الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له ونشهد أن لا إله إلا الله وحده لا شريك له ونشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة أيها الناس أوصيكم وإياي أولا بتقوى الله أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا بسم الله الرحمن الرحيم يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما بسم الله الرحمن الرحيم ومن الناس من يتخذ من دون الله أندادا يحبونهم كحب الله والذين آمنوا أشد حبا لله ولو يرى الذين ظلموا إذ يرون العذاب أن القوة لله جميعا وأن الله شديد العذاب. ഏറ്റവും ആദരണീയരായ സത്യവിശ്വാസികളെ, സത്യവിശ്വാസിനികളെ, പ്രപഞ്ചനാഥനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകളെയും നിയമനിർദ്ദേശങ്ങളെയും ജീവിതത്തിൻ്റെ മുഴുവൻ മേഖലകളിലും പാലിക്കണമെന്നും കഴിവിൻ്റെ പരമാവധി ആ നാഥനെ സൂക്ഷിച്ച് ജീവിച്ച് മരണപ്പെടണമെന്നും ആദ്യം സ്വന്തത്തെയും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരെയും ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരങ്ങളെ,
അള്ളാഹു ഏറെ ആദരിച്ചിട്ടുള്ള, പ്രാധാന്യപൂർവം വിശുദ്ധ ഖുർആനിൽ സൂചിപ്പിച്ചിട്ടുള്ള ദിനരാത്രങ്ങളിലൂടെയാണ് ഇപ്പോൾ നമ്മളുടെ യാത്ര. ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങൾ, അതിലാണ് മറ്റ് മാസങ്ങളിലോ ദിവസങ്ങളിലോ ഒന്നുമില്ലാത്ത വിധത്തിലുള്ള സകല നന്മകളുടെയും സമ്മേളനമുള്ളത്. അതുകൊണ്ട് തന്നെ അതിൻ്റെ പ്രാധാന്യം, അതിൻ്റെ പുണ്യം അതൊട്ടും നഷ്ടപ്പെടാതെ നമ്മുടെ ജീവിതത്തിൽ, നാളെ പാരത്രിക ജീവിതത്തിലും വലിയൊരു മുതൽക്കൂട്ടായി മാറത്തക്ക വിധം ഈ സമയങ്ങളെ ക്രമീകരിക്കണം, വിനിയോഗിക്കണം എന്നുണർത്തുകയാണ്. അള്ളാഹു നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ. പ്രിയമുള്ളവരെ, ചുരുങ്ങിയ ദിവസങ്ങൾക്കുള്ളിൽ അല്ലെങ്കിൽ മണിക്കൂറുകൾക്കുള്ളിൽ ഹജ്ജിന്റെ കർമ്മങ്ങൾ ആരംഭിക്കുകയാണ്. ദുൽഹിജ്ജ മാസം 8-ാം തീയതി, അതാണ് ഹജ്ജ് കർമ്മങ്ങൾ ആരംഭിക്കുന്ന ദിവസം, യൗമുത് തർവിയ. അതുമുതൽ 5-6 ദിവസങ്ങൾ ഹാജിമാർ തിരക്കിലാണ്. ഹജ്ജിന്റെ കർമ്മങ്ങൾ അത് പൂർത്തിയാക്കാനുള്ള, അതിൽ ഭംഗം വരാതെ നിർവഹിക്കാനുള്ള അങ്ങേയറ്റത്തെ ശ്രദ്ധയിലായിരിക്കും, ചിന്തയിലായിരിക്കും. നമ്മുടെ നാട്ടിൽ നിന്നും ലോകത്തിന്റെ വിവിധ ഇടങ്ങളിൽ നിന്നും ഹജ്ജിന് വേണ്ടി പുറപ്പെട്ടിട്ടുള്ള മുഴുവൻ ഹാജിമാർക്കും ഏറ്റവും നല്ല രൂപത്തിൽ അവരുടെ കർമ്മങ്ങൾ പൂർത്തിയാക്കാനും ആ ഹജ്ജിനെ മഖ്ബൂലും മബ്റൂറുമായി നിർവഹിച്ച് അള്ളാഹുവിന് സമർപ്പിക്കുവാനുമുള്ള മഹാ തൗഫീഖ് പടച്ചവൻ അവർക്കൊക്കെയും പ്രദാനം ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങളെ, ഹജ്ജ് എന്ന് പറയുന്നത് അള്ളാഹുവിനോടുള്ള അടങ്ങാത്ത മഹബ്ബത്തിന്റെ, ഇഷ്ടത്തിന്റെ പ്രതിഫലനമാണ്. നമ്മൾ ഉദ്വഹിയത്ത് എന്നാ പറയുക ബലികർമ്മത്തിന്, അല്ലെ? തദ്ഹിയത്ത് എന്ന വാക്ക് അതുമായി ബന്ധപ്പെട്ടതാണ്. തദ്ഹിയത്ത് എന്ന ത്യാഗം എന്നാണ് അർത്ഥം, സമർപ്പണം. അള്ളാഹുവിന്റെ മുമ്പിൽ എന്തിനേയും സമർപ്പിക്കാനുള്ള ഒരു വിശ്വാസിയുടെ മനസ്സ് അവൻ പ്രഖ്യാപിക്കാൻ വേണ്ടി പോവുകയാണ് ഹജ്ജ് എന്ന് പറയുന്നത്. സക്കാത്ത് നിർവഹിക്കുക എന്നത്, കൊടുക്കുക എന്നത് മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം, വിശ്വാസിയാണെങ്കിൽ പോലും സംശയങ്ങളൊന്നും തീരാത്തൊരു സംഗതിയാണ്. എത്ര പറഞ്ഞാലും സംശയം തീരില്ല. കാരണം എന്താ? തൻ്റെ പൈയിലെ പണം കൊടുക്കണം. പക്ഷെ ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്ന ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അതിനേക്കാൾ എത്ര ഇരട്ടി തുകയാണ് അയാൾ ചെലവഴിക്കുന്നത്. എൻ്റെ റബ്ബിന് വേണ്ടി ഞാൻ എന്തും കൊടുക്കാൻ തയ്യാറാണെന്നാണ്. പോകുമ്പോൾ യാത്ര പറയും, ഇക്കാലത്തേക്കാൾ കഴിഞ്ഞ കാലങ്ങളിൽ കെട്ടിപ്പിടിച്ച് പൊട്ടിക്കരഞ്ഞിട്ടൊക്കെ പോവുക. കാരണം പോയാൽ തിരിച്ച് നാട്ടിലേക്ക് എത്തിക്കണമെന്നൊരു ഉറപ്പില്ല. വഴിയിലോ ഹജ്ജിന്റെ വേളയിലോ ഒക്കെ ജീവിതം അസ്തമിച്ചു പോയേക്കാവുന്ന വിധത്തിലുള്ള അരക്ഷിതാവസ്ഥയുള്ളൊരു കാലം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ കുറെ കാലങ്ങളുണ്ടായിരുന്നു. അക്കാലത്തും വിശ്വാസികൾ ഹജ്ജിന് വേണ്ടി പോയിരുന്നു. എൻ്റെ ജീവൻ പോയാലും കുഴപ്പമില്ല എന്ന തീരുമാനത്തിലാണ് പോകുന്നത്. ഇപ്പോഴും അങ്ങനെ ഒട്ടും വ്യത്യസ്തമൊന്നുമല്ല. റബ്ബിന് വേണ്ടി എന്തും കൊടുക്കുകയാണ്, എന്തും സമർപ്പിക്കാനുള്ള ഒരുക്കമാണ്. ഇതാണ് തദ്ഹിയത്ത്, ത്യാഗ മനോഭാവത്തിന്റെ അങ്ങേയറ്റമാണ്. കാരണം അള്ളാഹുവിനെ സ്നേഹിക്കുക എന്നത് വിശ്വാസിയുടെ അവന്റെ ഉള്ളിൽ നിറഞ്ഞിട്ടുള്ള വികാരമാണ്. ഞാൻ ഓതിയത് സൂറത്തു അൽ ബഖറയിലെ 165-ാമത്തെ ആയത്താണ്. വിശ്വാസിയും അവിശ്വാസിയും തമ്മിലുള്ള വേർതിരിവ് നമുക്ക് പഠിപ്പിച്ചു തരുന്ന ഒരായത്താ അത്. മനുഷ്യരിൽ ചിലരുണ്ട്, അവർ അള്ളാഹുവിന് പുറമെ നിദ്ദുകളെ വെച്ചുകൊണ്ടിരിക്കുന്നവരാണ്. സമന്മാരെ, അള്ളാഹുവിന് ശരീക്കുകളെ വെച്ചുകൊണ്ടിരിക്കുന്നവരാണ്. പങ്കാളികളെ, പടച്ചവനല്ലാതെ പ്രാർത്ഥിക്കാൻ, ആരാധിക്കാൻ കുറെ ആരാധ്യ വസ്തുക്കളെ വെച്ചുകൊണ്ടിരിക്കുന്ന ആളുകൾ മനുഷ്യരിൽ ധാരാളമുണ്ട്. അള്ളാഹ് പറയാണ്, യുഹിബ്ബൂനഹും കഹുബ്ബില്ലാഹ്,
അള്ളാഹുവിനെ എങ്ങനെയാണോ സ്നേഹിക്കുന്നത് തുല്യ അളവിൽ അതേ സ്നേഹം ഈ മറ്റാരാധ്യ വസ്തുക്കൾക്കും അവർ കൽപ്പിച്ചു നൽകുന്നു. അവരുടെ ഉള്ളിലുണ്ട്. സൂറത്ത് അൻആമിൽ കുറച്ചുകൂടി വിശദീകരിച്ച് പറയേണ്ട പടച്ചവൻ ചിലപ്പോൾ പടച്ചവനേക്കാൾ വലുതാക്കുന്നു. അങ്ങനെയൊക്കെ ഉണ്ട്. ഇത് അള്ളാഹുവിനാണ്, ഇത് ഞങ്ങൾ ശുറക്കാക്കൾക്കാണെന്ന് പറഞ്ഞാൽ ഞങ്ങൾ ആരാധിക്കുന്ന ആരാധ്യ വസ്തുക്കൾക്കാണെന്ന് പറഞ്ഞ് രണ്ട് വിഭാഗം അൻആമിനെ, കന്നുകാലികളെ അവർ മാറ്റിവെക്കും. അതിലേതെങ്കിലും ഒന്ന് പടച്ചവന്റെ ഭാഗത്തേക്ക് പോയാൽ, എന്തെങ്കിലും അധികം വന്നാൽ അവർ തിരിച്ചു പിടിക്കുന്നതാണ്. എന്നാൽ അള്ളാഹുവിനുള്ളത് കൽപ്പിച്ചു വെച്ചിട്ടുള്ളത് വല്ലതും ഇങ്ങോട്ട് വന്നാലോ അത് വലിയ മൈൻഡ് ചെയ്യില്ലാന്ന്. അത്രയേറെ ആരാധ്യ വസ്തുക്കളെ, മൂർത്തികളെ, ബിംബങ്ങളെ സ്നേഹിക്കുന്ന ആളുകളാണ് ആര്? ബഹുദൈവാരാധകര്. അടുത്ത ആയത്ത് എന്താണെന്നറിയാമോ? അടുത്ത ഭാഗം വല്ലദീന ആമനു അശദ്ദു ഹുബ്ബൻ ലില്ലാഹ്. എന്നാൽ വിശ്വാസികളാകട്ടെ അള്ളാഹുവിനോട് അതിതീവ്രമായ അനുരാഗമുള്ളവരാകുന്നു എന്നാണ്. അങ്ങേയറ്റത്തെ ഇഷ്ടം അതുള്ളവരാണ് ആര്? വിശ്വാസികൾ. ആ ഇഷ്ടത്തിന്റെ പ്രഖ്യാപനത്തിനാണ് ഹജ്ജിന് വേണ്ടി പോകുന്നത്. ആ ഇഷ്ടം കഅബ കാണുമ്പോഴൊക്കെ ചിലപ്പോൾ അണപൊട്ടി ഇങ്ങനെ ഒഴുകും, കണ്ണൊന്നിരിങ്ങനെ ധാരധാരയായി ഒഴുകും. അള്ളാഹിനോടുള്ള ഇഷ്ടമാണ്. എവിടെയെങ്കിലും അത് പ്രതിഫലിപ്പിക്കാൻ, കാണാൻ, പടച്ചവൻ ആദരിച്ചിട്ടുള്ള വസ്തുക്കളെ കാണുമ്പോൾ അതിങ്ങനെ നിയന്ത്രണം വിട്ടുപോകുന്നു. പടച്ചവനുള്ള ഇഷ്ടമാണത്. എന്തും കൊടുക്കാനുള്ള, ഇത് എവിടെന്നാ തുടങ്ങിയത്, അല്ലെങ്കിൽ ഇതിന്റെ ഏറ്റവും മൂർത്തമായ അങ്ങേയറ്റത്തെ ഭാവമാണ് നമ്മളിപ്പോ ഈ ദിവസങ്ങളിൽ ഓർമ്മിക്കുന്ന ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാം എന്ന് പറയുന്ന മഹാപ്രവാചകൻ. അദ്ദേഹമാണ് ഹജ്ജിന് വിളിച്ചത്. വഅദ്ദിൻ ഫിന്നാസി ബിൽ ഹജ്ജി യഅതൂക റിജാല. ഇബ്രാഹിമേ, നീ ജനങ്ങളെ ഹജ്ജിന് വേണ്ടി ആഹ്വാനം ചെയ്യും. വല്ലദീന ഇസ്തജാബു ലിറബ്ബിഹിമുൽ ഹുസ്ന. അള്ളാഹുവിന്റെ വേറൊരായത്താട്ടോ ഇത്. അള്ളാഹുവിന്റെ ആഹ്വാനം സ്വീകരിച്ച ആളുകൾക്ക് നിശ്ചയം ഹുസ്നയുണ്ട്. ഹുസ്ന എന്ന് പറഞ്ഞാൽ ജന്നത്തിന്റെ, സ്വർഗത്തിന്റെ പര്യായ വാക്കാണ്. നിശ്ചയം അള്ളാഹുവിന്റെ വിളി, പടച്ചവൻ ആരെ കൊണ്ടെങ്കിലും വിളിപ്പിക്കുകയോ നേരിട്ട് വിളിക്കുകയോ ചെയ്തിട്ട് അതിന് മറുപടി കൊടുക്കുന്ന ആളുകളുണ്ടല്ലോ, അവർക്ക് നിശ്ചയം സ്വർഗമുണ്ടെന്നാണ്. ആ സ്വർഗം മോഹിച്ചിട്ടാണ് അള്ളാഹുവിനോടുള്ള ഇഷ്ടം പ്രഖ്യാപിക്കാൻ. പടച്ചവനെ, നീ പറഞ്ഞാൽ നിനക്ക് വേണ്ടി എന്തും ഞാൻ തരും, ത്യാഗം ചെയ്യാൻ ഞാൻ ഒരുക്കമാണ്. അതാ ഇബ്രാഹിം നബി ചെയ്തത്. ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽ ജബീൻ. സ്വന്തം മകനെ ചോദിച്ചു, അതിനെയും കൊടുത്തു എന്നാണ്. ഫലമ്മാ അസ്ലമാ വതല്ലഹു ലിൽ ജബീൻ. അവർ രണ്ടുപേരും, ബാപ്പയും മകനും, അള്ളാഹുവിന്റെ കൽപ്പനക്ക്, അള്ളാഹുവിന്റെ ആഹ്വാനത്തിന് കീഴ്പ്പെട്ടുകൊണ്ട് മകനെ വാപ്പ നെറ്റി ആ ബലിക്കല്ലിൽ കുത്തിയിട്ട് കമഴ്ത്തി കിടത്തിയെന്നാണ്. വഅസ്ലമ ലിൽ ജബീൻ. മുഖം കാണാതിരിക്കാൻ വേണ്ടിയാകണം. തന്റെ മകനെ കാണുമ്പോൾ, മുഖം കാണുമ്പോഴെങ്ങാനും താൻ വിറച്ചു പോയേക്കുമോ, പിന്മാറിക്കളഞ്ഞേക്കുമോ എന്ന ആശങ്ക കൊണ്ട് ആ പിതാവ് ഇബ്രാഹിം നബി അലൈഹിസ്സലാം എന്ന ത്യാഗത്തിന്റെ ആ മൂർത്തിമദ്ഭാവം ഉണ്ടല്ലോ, അദ്ദേഹം തന്റെ മകനെ കമഴ്ത്തി കിടത്തി. വഅസ്ലമ ലിൽ ജബീൻ. وإذ ابتلى إبراهيم ربه بكلمات فأتمهن قال إني جاعلك للناس إماما. അവിടെ മാത്രമല്ല, വേറെ ചില കൽപ്പനകൾ നൽകിയും ഞാൻ ഇബ്രാഹിമിനെ പരീക്ഷിച്ചിട്ടുണ്ട്. ഫഅതമ്മഹുന്ന. അതൊക്കെ വളരെ വിജയകരമായി ഇബ്രാഹിം പൂർത്തിയാക്കിയിട്ടുമുണ്ട്. ഖാൽ. ആ പൂർത്തീകരണത്തിന്റെ സമയത്ത് അള്ളാഹ് പറഞ്ഞൊരു വാക്ക് പടച്ചവർക്ക് കൊടുക്കുകയാണ്. ഇന്നി ജാഇലുക ലിന്നാസ് ഇമാമ. നിന്നെ ഞാൻ ലോകത്തിന് മുഴുവനും റോൾ മോഡൽ ആക്കി വെക്കുകയാണ്. നീയാണ് ഇനി ലോകർക്ക് മുഴുവനും റോൾ മോഡൽ, ആദർശത്തിന്റെ കാര്യത്തിൽ. ഇതാണ് ഒന്ന്, അള്ളാഹുവോടുള്ള സ്നേഹം പ്രഖ്യാപിക്കുക, അനുസരണം. പടച്ചവൻ എന്ത് പറഞ്ഞാലും അനുസരിക്കുക. എങ്ങനെയാണ് അള്ളാഹുവോടുള്ള സ്നേഹം പ്രഖ്യാപിക്കുന്നതെന്ന് ഇമാം ഇബ്നു തൈമിയ്യ റഹിമഹുല്ലാ അദ്ദേഹത്തിന്റെ കിതാബിൽ പറയുന്നുണ്ട്. മൻ ഇദ്ദഅ മഹബ്ബത്തല്ലാഹ്. ഒരാൾ അള്ളാഹുവോട് എനിക്ക് സ്നേഹമുണ്ടെന്ന് വാദിക്കുകയാണെന്നിരിക്കട്ടെ, അയാൾ എന്ത് ചെയ്യണം? ഫൽയൻദുർ ഇലാ ത്വാഅതിഹി. അയാൾ ആദ്യം ചെയ്യേണ്ടത് ഞാൻ എൻ്റെ റബ്ബിനെ എന്തുമാത്രം അനുസരിക്കുന്നുണ്ട് എന്ന് ചിന്തിക്കുകയാണ്. ഫഇന്നഹാ മീസാനുൽ മഹബ്ബ. ഇബ്നു തൈമിയ്യ തുടർന്ന് പറയാണ്, ഫഇന്നഹാ മീസാനുൽ മഹബ്ബ. ഈ അനുസരണമാണ് സത്യത്തിൽ സ്നേഹത്തിന്റെ മീസാൻ, അളവുകോൽ അല്ലെങ്കിൽ തുലാസ് എന്ന് പറയുന്നത്.
അള്ളാഹുവിന് എന്തുമാത്രം അനുസരിക്കുന്നുണ്ട് എന്നതാണ് അള്ളാഹുവോടുള്ള ഇഷ്ടം പ്രഖ്യാപിക്കാനുള്ള, പ്രൂവ് ചെയ്യാനുള്ള അടയാളം. അതാണ് മാനദണ്ഡം. അനുസരണമില്ലെങ്കിൽ അവിടെ എന്തില്ല? സ്നേഹമില്ല എന്നാണ് പടച്ചവൻ ഗണിക്കുക, മനസ്സിലാക്കുക. സഹോദരങ്ങളെ, സൂറത്ത് ആലു ഇമ്രാനില് 2 ആയത്തുകൾ വളരെ പ്രാധാന്യമുള്ള ആയത്താണ്. എങ്ങനെയാണ് നമ്മൾ അള്ളാഹുവിനെ അനുസരിക്കുക, അനുസരിച്ചാൽ എന്താ ഗുണം എന്ന് പറയുന്നത്. وَمَن يُطِعِ اللَّهَ وَالرَّسُولَ فَأُولَٰئِكَ مَعَ الَّذِينَ أَنْعَمَ اللَّهُ عَلَيْهِم مِّنَ النَّبِيِّينَ وَالصِّدِّيقِينَ وَالشُّهَدَاءِ وَالصَّالِحِينَ وَحَسُنَ أُولَٰئِكَ رَفِيقًا وَمَن يُطِعِ اللَّهَ وَالرَّسُولَ, ആരെങ്കിലും അള്ളാഹുവിനെയും അള്ളാഹുവിന്റെ ദൂതനെയും അനുസരിക്കുന്നുവെങ്കിൽ ഫഉലൈക, അക്കൂട്ടർ മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം, ഇനി പറയാൻ പോകുന്ന അള്ളാഹു അനുഗ്രഹിച്ചിട്ടുള്ള, അള്ളാഹു നിഅമത്ത് ചെയ്തിട്ടുള്ള ഇനി പറയാൻ പോകുന്ന ആളുകളുടെ പട്ടികയിലാണ്, കൂട്ടത്തിലാണ്. എന്ന് പറഞ്ഞാൽ ഞാനും നിങ്ങളും അള്ളാഹുവിനെ റസൂലിനെ അനുസരിക്കാമെന്ന് തീരുമാനിക്കുക എങ്കിൽ നമ്മൾ ഇനി പറയുന്ന പട്ടികയിലാണ്. നമ്മൾ ആ കൂട്ടത്തിൽ പെട്ടവരല്ല, പക്ഷേ അള്ളാഹ് പെടുത്തുന്നതാണ്. ആരൊക്കെയാണത്? മിനൻ നബീന, നമ്മളാരും നബിമാരല്ല, ചില നബിമാരുടെ കൂട്ടത്തിലായിരിക്കും. വസ്സിദ്ദീഖീന, അവരുടെ തൊട്ട് താഴെ വരുന്നവരാണ്. അബൂബക്കർ സിദ്ദീഖ്, അല്ലെ, അബൂബക്കർ റളിയല്ലാഹുവിനെ കുറിച്ച് നമ്മൾ സിദ്ദീഖ് എന്ന് പറയാം. എന്ന് പറഞ്ഞാൽ പ്രവാചകാനുചരന്മാരിൽ ഏറ്റവും ഗ്രേഡ് കൂടിയ ആളാണ്. നബിക്ക് തൊട്ടുടനെ നബിയുടെ സ്ഥാനം ഏറ്റെടുത്തയാൾ അവരുടെ കൂടെയാണെന്നാണ്. വശുഹദാ, നമ്മളൊക്കെ മോഹിക്കുന്ന രക്തസാക്ഷിത്വം, പക്ഷെ പേടിയാണ്, എങ്ങനെ കൊല്ലപ്പെട്ടു പോയേക്കുമോ. ഷഹാദത്ത് എന്ന് പറഞ്ഞാൽ അള്ളാഹുവിന്റെ മാർഗത്തിലുള്ള രക്തസാക്ഷിത്വം വരിച്ച ആളുകളാണ്. വശുഹദാഇ വസ്സാലിഹീൻ, പിന്നെ നമ്മളെപ്പോഴും പ്രാർത്ഥിക്കും പടച്ചവനെ സ്വാലിഹീങ്ങളിൽ പെടുത്തണേ എന്ന്. നിങ്ങൾ ആ 4 കൂട്ടരിൽ പെട്ടു. എങ്ങനെയാണെങ്കിൽ റസൂല, ആരെങ്കിലും അള്ളാഹുവിനെയും അവന്റെ റസൂലിനെയും അനുസരിച്ചാൽ അവരുടെ കൂട്ടത്തിലാണ്. ഇനി അതിന്റെ തൊട്ട് ശേഷം ഒരു ആയത്ത് വരുന്നുണ്ട്. അതിങ്ങനെയാണ്, അള്ളാഹിനെ റസൂലിനെ അനുസരിക്കണം എന്നല്ലോ ഈ ആയത്തിലുള്ളത്. അതിനുശേഷം ഒരു പേജ് മറിച്ചാൽ ഒരു ആയത്ത് കൂടി വരുന്നുണ്ട്, ആരെങ്കിലും നബിയെ അനുസരിച്ചാൽ അവൻ അള്ളാഹുവിനെ അനുസരിച്ച് കഴിഞ്ഞു എന്നാണ്. ഒരുവൻ നബിയെ അനുസരിച്ചാൽ ആരെ അനുസരിച്ചു? അള്ളാഹുവിനെയും അനുസരിച്ചു. അപ്പൊ നമുക്ക് ചുരുക്കി എന്ത് പറയാം? ഒരാൾക്ക് ഷഹീദിന്റെ, നബിയുടെ, സ്വാലിഹിന്റെ, സിദ്ദീഖിന്റെ ഒക്കെ ദറജ കിട്ടണമെങ്കിൽ വെറും റസൂലിനെ അനുസരിച്ചാൽ മതി. നമ്മൾ ഹജ്ജിന് പോയ ചെയ്യുന്ന അതാണ്. പ്രവാചകനെ അന്ധമായി അനുകരിക്കുകയാണ്. നബി കിടന്നോടത്ത് കിടക്കുക, നബി എഴുന്നേറ്റ സമയത്ത് എഴുന്നേറ്റ് നബി പോയടത്തേക്ക് പോവുക, നബി കല്ലെറിഞ്ഞെടുത്ത് എറിയുക, നബി രാപ്പാർത്തേടുത്ത് പാർക്കുക, നബി ഏത് ദിവസം എവിടെ ഏതു മുതൽ ഏത് വരെ നിൽക്കണമെന്ന് പറഞ്ഞുവോ അവിടെ നിൽക്കുക. അവിടെ അന്ധമായ അനുകരണമാണ്. ഇതുകൂടിയാണ് ഹജ്ജ്. അന്ധമായ പ്രവാചകനെ അനുകരിക്കുക എന്നത്, അനുധാവനം ചെയ്യുക എന്നത്, ഇതാഅത്തുർ റസൂൽ എന്ന് പറയുന്ന ഒരു മുസ്ലിമിനെ സംബന്ധിച്ചിടത്തോളം ഒഴിച്ചുകൂടാനാവാത്ത കാര്യം പ്രഖ്യാപിക്കാൻ വേണ്ടി കൂടിയാണ് വിശ്വാസി ഹജ്ജിന് പോകുന്നത്. അതെങ്ങാനും നമ്മുടെ ജീവിതത്തിൽ ഇല്ലാതെ പോയാൽ പ്രവാചകനെ ധിക്കരിക്കാൻ നമ്മളല്ല. നബി അവിടെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട്. ഒരു മനുഷ്യൻ നബിയോടൊപ്പം, നബി ഹിജറ 10-ലാണ്, ഹിജറ വർഷം 10-ലാണ് നബി ഹജ്ജ് ചെയ്യുന്നത്. അതിന് മുൻപത്തെ ഒരു വർഷം നബിയുടെ അനുചരന്മാർ, സഹാബിമാർ കുറച്ച് പേര് പോയി ഹജ്ജ് ചെയ്തിരുന്നു. അതിന് മുൻപുള്ള വർഷങ്ങളൊക്കെ ഹജ്ജിന് വേണ്ടി, ഉംറയ്ക്ക് വേണ്ടിയൊക്കെ ആഗ്രഹിച്ചിരുന്നു, പക്ഷെ നടന്നില്ല. കാരണം സാഹചര്യങ്ങൾ അനുകൂലമായിരുന്നില്ല, ശത്രുക്കൾ അനുവദിച്ചിരുന്നില്ല. നബി ഹിജറ 10-ാം വർഷമാണ് പോകുന്നത്. നബിയോടൊപ്പം ഹജ്ജ് ചെയ്ത ആളുകള് ധാരാളം വേണ്ടാധീനങ്ങൾ, അന്ധവിശ്വാസങ്ങൾ, അവരുടെ ജാഹിലിയത്തിൽ ചെയ്തിരുന്ന ഒരുപാട് അന്ധവിശ്വാസങ്ങളും അനാചാരങ്ങളും പ്രവാചകന്റെ മുമ്പിൽ വെച്ച് ആവർത്തിക്കുന്നത് നബി കാണുകയാണ്. നബി അതൊക്കെ തിരുത്താണ്. ഒരാള് ഹജ്ജിന് പോകുമ്പോ ബലിമൃഗത്തെ നടത്തിയിട്ട് അതിന്റെ കൂടെ കയറൊടിച്ച് നടക്കുകയാണ്. അപ്പൊ നബി ചോദിച്ചു, അതിന്റെ പുറത്ത് കയറി യാത്ര ചെയ്തൂടെ? എത്ര ദൂരമുണ്ട് ഇനി നമുക്ക് താണ്ടാൻ, മക്കയിലെത്താൻ? അപ്പൊ അതിന്റെ പുറത്ത് കയറി യാത്ര ചെയ്തൂടെ? ഇങ്ങനെ ചെയ്യാറില്ല, ബലിമൃഗത്തിന്റെ പുറത്ത് ഞങ്ങൾ കയറാറില്ല. നബി പറഞ്ഞു, കയറ്, ഞാനാണ് പറയുന്നത്. 2 പ്രാവശ്യം പറഞ്ഞിട്ടും അദ്ദേഹം കേൾക്കാതായപ്പോ നബി കർക്കശ സ്വഭാവത്തിൽ കർശനമായി അദ്ദേഹത്തെ തിരുത്തുകയാണ്. പറ്റൂല, കയറാൻ പറഞ്ഞു. അയാളെ കൊണ്ട് കയറ്റി ആളെ യാത്ര ചെയ്യിച്ചു. ഇങ്ങനെ പ്രവാചകന് മുമ്പുണ്ടായിരുന്ന ഹജ്ജിന്റെ ഒരുപാട് അന്ധവിശ്വാസങ്ങളെയും അനാചാരങ്ങളെയും തിരുത്താൻ വേണ്ടി കൂടിയാണ് പ്രവാചകൻ തന്റെ ഏറ്റവും ആദ്യമായും അവസാനമായും നബി നിർവഹിച്ച ഹജ്ജിന് ശ്രമിച്ചിട്ടുള്ളത്.
നമുക്കും അതിനപ്പുറമോ ഇപ്പുറമോ ചിന്തിക്കാൻ പ്രവർത്തിക്കാൻ യാതൊരു അനുവാദവുമില്ല. ദീൻ എന്താണോ, ദീൻ എന്ന് പറയുന്നത് അള്ളാഹു ഡിസൈൻ ചെയ്തതാണ്, നബിയാണ് നമുക്കത് കാണിച്ചു തന്നത്. അതിൻ്റെ ഉള്ളിൽ ഒതുങ്ങി നിന്നല്ലാതെ നമുക്ക് ജീവിക്കുക സാധ്യമല്ല. ഇതല്ലാത്തതൊന്ന് ഇസ്ലാം ദീന, ഈ ദീനല്ലാത്തതൊന്ന് വേറെ എന്തെങ്കിലും നമ്മൾ കൊണ്ടുവന്നാൽ അത് മത നിഷേധമാണ്. പ്രവാചക അനുസരണം, ഇതാണ് ഹജ്ജിൽ നമ്മൾ പ്രഖ്യാപിക്കുന്ന ഒന്ന്. മറ്റൊന്ന് മഹബത്തുള്ള, വേറെ ഒന്ന് ഈ ഹജ്ജിന്റെ വിവരണങ്ങൾ നമ്മൾ രണ്ടിടത്താണ് കാണുക. ഒന്ന് സൂറത്തുൽ ബഖറയിലാണ്. ആ ബഖറയിൽ ഹജ്ജിന്റെ കർമ്മങ്ങളെ ചുരുക്കി വിവരിക്കുകയാണ് ചെയ്തിട്ടുള്ളത്. ഹജ്ജിന്റെ കർമ്മങ്ങളെ വിശുദ്ധ ഖുർആൻ ചുരുക്കി പറഞ്ഞിട്ടുണ്ട്. എന്തെല്ലാമാണ് ഹജ്ജിൽ ചെയ്യേണ്ടത്, അതിന്റെ കൈഫിയത്ത്, രൂപമാണ്. മറ്റൊന്ന് സൂറത്തുൽ ഹജ്ജിലാണ്. ആ സൂറത്തുൽ ഹജ്ജിൽ ഹജ്ജിന്റെ ആത്മാവ് എന്താണെന്ന് പഠിപ്പിച്ചു തരികയാണ് പടച്ചവൻ. എന്താണ് ഹജ്ജ് എന്ന് പറഞ്ഞാൽ, എന്താ നിങ്ങൾ ചെയ്യേണ്ടത്? നമുക്ക് കാണാൻ കഴിയും റമളാനിനെ കുറിച്ച്, അല്ലെങ്കിൽ നോമ്പ് നിർബന്ധമാക്കി അവതരിപ്പിച്ച 5 ആയത്തുകളുണ്ട്. ആ 5 ആയത്തുകളിൽ 5ലും നോമ്പല്ല. അതിൽ 4ാമത്തെ ഒരായത്തിൽ അള്ളാഹു പറയുന്നത് വൈദാ സഅലക ഇബാദി അന്നി ഫഇന്നി ഖരീബ് എന്ന കാര്യമാണ്. അല്ല, എന്റെ അടിമകൾ എന്നോട് അങ്ങയോട് എന്നെ കുറിച്ച് ചോദിച്ചാൽ ഞാൻ വളരെ അടുത്തുണ്ടെന്ന് പറയുക. ഉജീബു ദഅവത ദാഇ ഇദാ ദഅാനി, പ്രാർത്ഥനയുടെ പ്രാധാന്യം പഠിപ്പിക്കുന്നത്. എന്തിനാണ്? ഒരു വിഷയം പടച്ചവൻ പറയുമ്പോൾ മറ്റൊന്ന് കൂടി അതിലേക്ക് ചേർത്തുന്നുണ്ടെങ്കിൽ അതിന്റെ അർത്ഥം എന്താ? ആ കർമ്മത്തിന് ഈ വിഷയവുമായി, അല്ലെങ്കിൽ ഈ വിഷയത്തിന് ആ കർമ്മവുമായി അത്രയേറെ ബന്ധമുണ്ടെന്ന് പഠിപ്പിക്കാനാണ്. ഇതുപോലെ നമ്മൾ സൂറത്തുൽ ഹജ്ജിൽ ഹജ്ജിനെ കുറിച്ച് പടച്ചവൻ പറയുന്ന ആയത്തുകൾ പരിശോധിച്ച് നോക്കുമ്പോൾ ദാ ഇങ്ങനെ ഒരു വചനം കാണാൻ കഴിയും. ഫജ്തനിബുൽ റിജ്സ മിനൽ ഔസാൻ വജ്തനിബു ഖൗലസ്സൂർ ഹുനഫാഅ ലില്ലാഹി ഗൈറ മുശ്രികീന ബി വമൻ യുശ്രിക് ബില്ലാഹി ഫകഅന്നമാ ഖറ മിനസ് സമാഅ ഫതഖ്തഫുഹു അത്ത്വയ്റു ഔ തഹ്വി ബിഹി الرീഹു ഫീ മകാനിൻ സഹീഖ്. 27ാമത്തെ ആയത്ത് മുതൽ ഏതാണ്ട് 37ാമത്തെ ആയത്ത് വരെയാണ് ഹജ്ജിനെ കുറിച്ച് ഖുർആൻ വിശദീകരിക്കുന്നത് സൂറത്തുൽ ഹജ്ജിൽ. അതിനിടയിൽ അതുമായി ബന്ധമില്ലെന്ന് നമുക്ക് തോന്നിയേക്കാവുന്ന ഒരു ആയത്താണ് 31ാമത്തെ ആയത്ത്. അതാണ് ഞാൻ പറഞ്ഞത്. ഹുനഫാ അലില്ല, നിങ്ങൾ ഹജ്ജിന് വരുമ്പോ എങ്ങനെ വരണം? റിജുമാനസരായി, വക്രതയില്ലാതെ, നിഷ്കളങ്കരായി വേണം നിങ്ങൾ ഹജ്ജിന് വരാൻ. എന്ന് പറഞ്ഞാൽ എന്താ? തൊട്ടടുത്ത വാചകത്തിൽ ഒന്നുകൂടി പറയാണ് അള്ളാഹു, ഗൈറ മുശ്രികീന ബിഹി, അവനിൽ ശിർക്കില്ലാതെ വേണം വരാൻ എന്നാണ്. ഹജ്ജിന് പോണത് എന്ത് പ്രഖ്യാപിക്കാൻ കൂടിയാണ്? ഈ തൗഹീദ് പ്രഖ്യാപിക്കാൻ വേണ്ടി കൂടിയാണ്. ലബ്ബൈക അല്ലാഹുമ്മ ലബ്ബൈക ലബ്ബൈക ലാ ശരീക ലക ലബ്ബൈക, ഈ ലാ ശരീക ലക പ്രഖ്യാപിക്കാൻ വേണ്ടി കൂടിയാണ് ഒരു മുസ്ലിം ഹജ്ജിന് വേണ്ടി പുറപ്പെടുന്നത്. അവന്റെ മനസ്സിൽ ഹനീഫിയത്ത് എന്ന് പറയുന്ന എല്ലാ മതക്കാരും ഒരുപോലെ അവകാശപ്പെടുന്നതാണ്. നഹ്നു ഹുനഫാ, ഞങ്ങളെല്ലാവരും ഇബ്രാഹിം നബിയെ പോലെ ഹനീഫുകളാണെന്ന് പറഞ്ഞാൽ റിജുമാനസരാണ്, ഞങ്ങളുടെ ഉള്ളിൽ ശിർക്കില്ല എന്ന് അതിന്റെ അർത്ഥം. ഹുനഫാ ലില്ലാഹി ഗൈറ മുശ്രികീന ബി. എന്നിട്ട് പടച്ചവൻ പറയാണ് വമൻ യുശ്രിക് ബില്ലാഹ്. നമ്മളൊക്കെ സാധാരണ കേൾക്കാറുള്ള, തൗഹീദ് പ്രസംഗത്തിൽ കേൾക്കാറുള്ള ഏറ്റവും പ്രധാനപ്പെട്ട ഒരായത്ത് ഇതാണ്. വമൻ യുശ്രിക് ബില്ലാഹി ഫകഅന്നമാ ഖറ മിനസ് സമാ. അല്ലയോ എന്റെ അടിമകളെ, നിങ്ങൾ അല്ലാഹ് എങ്ങാനും എന്നിൽ വല്ലതിനെയും പങ്കു ചേർത്താൽ അവൻ ആകാശത്തുനിന്ന് വീണവനെ പോലെ ആയി തീരും കേട്ടോ എന്ന്. അവൻ ആകാശത്ത് നിന്ന് വീണവനെ പോലെ ആയിത്തീരും, അല്ലെങ്കിൽ വീണ ഒരു വസ്തുവിനെ പോലെ ആയിത്തീരും. ഫകഅന്നമാ ഖറ മിനസ് സമാ. എന്തിനാ അള്ളാഹു ഇതിന്റെ ഇടയിൽ ഇങ്ങനെ തിരികെ വെച്ചത്? ഈ 10 ആയത്തുകൾ, 10 11 ആയത്തുകൾ ഹജ്ജിനെ കുറിച്ച് പറയുന്നിടത്ത് ഈ ഒരു ഉപമ പറഞ്ഞത് എന്തിനാണ്? മനുഷ്യർ എപ്പോഴും തെറ്റിപ്പോയേക്കാവുന്ന ഒരു മേഖലയാണ് അള്ളാഹുവിൽ പങ്കു ചേർക്കുമ്പോൾ ഈ ഹനീഫിയത്ത് വിട്ടുപോവുക എന്നത്. ഇത് പറഞ്ഞു കൊടുക്കേണ്ട ആളുകൾ, കഴിഞ്ഞ ദിവസവും കേട്ടു ഒരു പ്രസംഗം. അവിടെ എന്നെ ഇന്നയാളാണ് മയ്യത്ത് കുളിപ്പിക്കേണ്ടത് എന്ന് വസിയത്ത് പറഞ്ഞു പോകുന്ന ഒരു മഹാനുണ്ട് അത്രേ. അദ്ദേഹം പിന്നീട് മയ്യത്ത് കുളിപ്പിക്കപ്പെടുന്ന നേരത്ത് കണ്ണു തുറന്നു നോക്കിയതാണ്. അപ്പൊ വസിയത്ത് ചെയ്യപ്പെട്ട ആള് തന്നെയാണോ ഈ കുളിപ്പിക്കുന്നത് ഉറപ്പുവരുത്തിയിട്ട് കണ്ണടച്ചു എന്നാണ്. അങ്ങനെ കണ്ണടച്ചു അത്രേ. വേറെ ഒരാൾ പറയുന്നത്, വേറൊരു മഹാൻ, അദ്ദേഹം കയറിയ വാഹനം നിന്നുപോയപ്പോ പെട്രോൾ തീർന്നിട്ട് നിന്നുപോയതാണ്, ഇനി നിൽക്കൂല, ഇനി ഓടിച്ചോളാൻ പറഞ്ഞു എന്നാണ്. ഇങ്ങനെ അള്ളാഹുവിൽ നിന്ന് അകറ്റാൻ വേണ്ടിയിട്ടേ പടച്ചവനിൽ നിന്ന് ഇനി നിങ്ങൾ വിട്ടോ, നമുക്ക് നമ്മളെ വിട്ടാൽ തന്നെ നമ്മളെ താങ്ങാൻ താഴെ ആളുണ്ട്, അവരെ കുറിച്ചുള്ള കഥകളാണ് ഈ പറഞ്ഞു തരുന്നത് എന്ന് പറഞ്ഞ് മനുഷ്യരെ, അള്ളാഹുവിന്റെ അടിമകളെ, മുസ്ലിമീങ്ങളെ
5 നേരം നമസ്കരിക്കുന്ന, സുന്നത്ത് നമസ്കരിക്കുന്ന, നോമ്പനുഷ്ഠിക്കുന്ന, ഹജ്ജിന് പോകുന്ന മുസ്ലിങ്ങളെ അള്ളാഹുവിന്റെ പാശത്തിന് പിടിപിടിപ്പിച്ചിട്ടേ നമ്മളെ താങ്ങാൻ ആളുണ്ടെന്ന് പറഞ്ഞ് പറ്റിക്കുന്നു. എന്ത് സംഭവിക്കും? രണ്ടാലൊന്നാണ് സംഭവിക്കുക. മോളിൽ നിന്ന് ഒരു സാധനം വീണാല് പട്ടൊക്കെ പറത്തൂല്ലേ കുട്ടികള്, പൊട്ടിപ്പോയ എന്ത് സംഭവിക്കും? അത്ര ഉയരത്തിന്ന് ഏതെങ്കിലും ചെളിക്കുണ്ടി പോയി വീഴും, പിന്നെ തിരിച്ചു കിട്ടൂല, അത് തകർന്നു പോകും. അതല്ലെങ്കിൽ നമ്മുടെ ഫ്ലാറ്റിന്റെ ഒക്കെ മുകളിൽ നിന്ന് വളരെ ഉയരത്തിൽ നിന്നൊക്കെ കുട്ടികളെ ഇങ്ങനെ ഭക്ഷണ സാധനങ്ങൾ എറിഞ്ഞു കൊടുക്കും. വിദഗ്ധന്മാരായ പക്ഷികളാണെങ്കിൽ വേഗം ഒന്ന് റാഞ്ചിയെടുക്കും. ഇതുപോലെയാണ് സംഭവിക്കുക. നിങ്ങൾ ആരെങ്കിലും റാഞ്ചി കൊണ്ടുപോകും, അതല്ലെങ്കിൽ നിങ്ങൾ ഏതെങ്കിലും ചെളിക്കുണ്ടി പോയി പതിക്കും. അതുകൊണ്ട് നിങ്ങൾ അള്ളാഹു ആകുന്ന ആ പാശമുണ്ട്, പടച്ചവൻ അവന്റെ മുകളിൽ നിന്ന് നീട്ടിയിട്ട് തന്നിട്ടുള്ള ആ പാശം ഉണ്ടല്ലോ, അത് വിടരുത്. പലരും പറയും നിങ്ങളെ താങ്ങാൻ ആളുണ്ടെന്ന്, പിടിവിട്ട് കളയരുത്. വിട്ടാൽ നിങ്ങൾക്ക് സംഭവിക്കുന്ന ദുര്യോഗം ഇതല്ലാതെ മറ്റൊന്നുമല്ല. ഇതാണ് ഹജ്ജ് നമ്മളെ പഠിപ്പിച്ചിരുന്നൊരു സംഗതി. ഹനീഫിയത്ത് അഥവാ ഋജുമാനസരായി അള്ളാഹുവിനെ ആരാധിക്കുക, ശിർക്കില്ലാത്ത ആരാധന. 2 പ്രവാചകനെ തഖ്ലീദ് ചെയ്യുക, അന്ധമായി അനുകരിക്കുക. വേറെ ഒന്നുമില്ല, ഒരു നിവൃത്തിയില്ല. അള്ളാഹുവിന്റെ പ്രവാചകൻ അനുസരിച്ചാൽ അള്ളാഹുവിനെ അനുസരിച്ചതുപോലെ തന്നെയാണ്. അങ്ങനെ അനുസരിച്ചാൽ നിങ്ങൾ ആ 4 വിഭാഗത്തിലാണ്. മറ്റൊന്ന് മഹബ്ബത്തുള്ള അള്ളാഹുവിനോടുള്ള ഹുബ്ബ് പ്രഖ്യാപിക്കലാണ്. അത് അനുസരണത്തിലൂടെയാണ് സാധിക്കുക. അങ്ങനെ നിങ്ങൾ അനുസരിച്ചാൽ നിങ്ങൾക്ക് കിട്ടുന്ന ഗുണങ്ങൾ ഇതാണ്. ഞാൻ നേരത്തെ ഓതിയതിന്റെ ബാക്കിയായതാണ്. അങ്ങനെ അനുസരിച്ച് അള്ളാഹുവിന് കീഴ്പ്പെട്ട പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമിന് തന്റെ മകനെ അറക്കാൻ വേണ്ടി നെറ്റികുത്തി കമഴ്ത്തി കേൾത്തി ഇബ്രാഹിം നബിക്ക് അദ്ദേഹത്തെ അറക്കേണ്ടി വന്നോ? എന്താ? വനാദൈനാഹു അയ്യാ ഇബ്രാഹിം ഖദ് സദ്ദഖ്ത റുഇയാ. ഞാനപ്പോ വിളിച്ചു ഇബ്രാഹിമിനെ, ഇബ്രാഹിമേ ഖദ് സദ്ദഖ്ത റുഇയ, ടെസ്റ്റ് ഓവർ, പരീക്ഷണം കഴിഞ്ഞോട്ടാ, അറക്കണ്ട. അപ്പൊ അറക്കണ്ട, വേണ്ട, അറക്കണ്ട, അവിടം വരെയുള്ളൂ പരീക്ഷണം. അള്ളാഹു നടത്തി കൊടുത്ത കൽപ്പന അനുസരിക്കുന്നുണ്ടോ എന്ന് മാത്രമേ പടച്ചവൻ അറിയണ്ടൂ. അങ്ങനെ അനുസരിക്കാൻ ഒരുക്കമുണ്ടെങ്കിൽ അവരെ ഏതൊരു അപകടത്തിൽ നിന്നും ഏതൊരു നഷ്ടത്തിൽ നിന്നും രക്ഷിക്കാൻ കഴിവുള്ളവനാണ് റബ്ബ്. അവൻ ഇടപെട്ടുകൊള്ളും, അവൻ രക്ഷിച്ചുകൊള്ളും. ഇബ്രാഹിം, ഇതിനു മുൻപ് നീ അപകടത്തിൽപ്പെട്ടപ്പോൾ നിന്നെ രക്ഷിച്ചിരുന്നു ഞാൻ. അന്ന് അഗ്നിക്ക് അതിന്റെ സ്വഭാവം തന്നെ മാറ്റിയിട്ടാണ് നിന്നെ രക്ഷിച്ചത്. ഇതുപോലെ പടച്ചവന്റെ ഇടപെടൽ ഉണ്ടാകും. അള്ളാഹു മറ്റൊരിടത്ത് ഒരു പ്രവാചകനോട് പറയുന്നുണ്ട്, നീ എന്റെ കൺമുന്നിലാണ് ജീവിക്കുന്നത്, നിന്നെ ഞാൻ കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. ഈ ആയത്ത് നമ്മുടെ ഉള്ളിൽ ഉണ്ടാവണം. നീ എന്റെ കൺമുന്നിലാകുന്നു, നിന്നെ കണ്ടുകൊണ്ട് ഞാനുണ്ട്. നിങ്ങൾ എവിടെയായിരുന്നാലും, എത്ര വലിയ അപകടത്തിലാണെങ്കിലും ഇരുട്ടിലാണെങ്കിലും പ്രയാസത്തിലാണെങ്കിലും നിങ്ങളെ കരകയറ്റാൻ, നിങ്ങളെ കൈപിടിച്ച് രക്ഷിക്കാൻ ഞാൻ നിങ്ങളുടെ കൂടെയുണ്ട്. അള്ളാഹു ഉണ്ട് നമ്മുടെ കൂടെ എന്ന ഉറച്ച വിശ്വാസത്തിൽ അവന് കീഴ്പ്പെട്ട്, എങ്ങനെയാണോ ഇബ്രാഹിം നബി പ്രഖ്യാപിച്ചത്, ഇദ് ഖാല ലഹു റബ്ബുഹു അസ്ലിം, അള്ളാഹു പറഞ്ഞു നീ കീഴ്പ്പെടൂ, നീ കീഴൊതുങ്ങൂ, എനിക്ക് വിധേയനാകൂ. ഖാല അസ്ലംതു ലി റബ്ബിൽ ആലമീൻ. ഉടനെ അദ്ദേഹം പ്രഖ്യാപിച്ചത് ഞാൻ മുസ്ലിമാണ്. വാന അവ്വലുൽ മുസ്ലിമീൻ. നമ്മളും പ്രഖ്യാപിക്കാറുണ്ടല്ലേ, ഓരോ നിസ്കാരത്തിന്റെ വേളയിൽ നെഞ്ചിൽ കൈവച്ചുകൊണ്ട് നമ്മളും പ്രാർത്ഥിക്കും, വാന മിനൽ മുസ്ലിമീൻ, ഞാനും മുസ്ലിമാണെന്ന്. പക്ഷെ നമ്മുടെ ഇസ്ലാം എന്തുമാത്രം അർത്ഥവത്താണ് എന്ന് ചിന്തിക്കേണ്ട സന്ദർഭം കൂടിയാണിത്. അള്ളാഹു എങ്ങനെയാണോ നമ്മിൽ നിന്ന് ഇസ്ലാമിനെയും തവഹിയത്തിനെയും ഒക്കെ പ്രതീക്ഷിക്കുന്നത്, ആ രൂപത്തിൽ അള്ളാഹുവിന് മുമ്പിൽ സമർപ്പിക്കാനുള്ള മഹാ തൗഫീഖ് നമുക്ക് ഏവർക്കും പ്രദാനം ചെയ്യുമാറാകട്ടെ. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. اللهم صل وسلم على نبينا محمد وآله وصحبه أجمعين ما بعد. فيا أيها الإخوة أوصيكم ثانيا بتقوى الله. അള്ളാഹുവിനെ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടി അവരെ ഉണർത്തുന്നു, വസിയത്ത് ചെയ്യുന്നു. സഹോദരങ്ങളെ, ഹജ്ജിന് പോകാത്ത, ഹജ്ജിന് പങ്കെടുക്കാൻ സാധിക്കാത്ത നമ്മെപ്പോലുള്ള ആളുകൾക്ക് അള്ളാഹു ഈ മാസം നിശ്ചയിച്ചിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്ത്, പ്രവാചകന്റെ സുന്നത്താണ്. അറഫ ദിവസം, ഹാജിമാർ അറഫയിൽ നിൽക്കുന്ന ദിവസം നോമ്പനുഷ്ഠിക്കുക എന്നത്.
ദുൽഹിജ്ജ 9 അന്ന് നോമ്പനുഷ്ഠിക്കുക എന്നത് ഏറെ പ്രാധാന്യപൂർവം പഠിപ്പിക്കപ്പെട്ടിട്ടുള്ള വളരെ പ്രധാനപ്പെട്ട ഒരു സുന്നത്താണ്. പ്രവാചകൻ പറയുന്നുണ്ട്, ഞാൻ കരുതുന്നത് അഹ്തസിബു അലല്ലാഹി, ഞാൻ പ്രതീക്ഷിക്കുന്നു, അള്ളാഹുവിൽ ഞാൻ പ്രത്യാശ അർപ്പിക്കുന്നു, അൻ യുകഫിറ അസ്സനതല്ലതി ഖബ്ലഹു വസ്സനതല്ലതി ബഅദഹു, ഈ നോമ്പ് അനുഷ്ഠിക്കുന്നതിലൂടെ അതിന് മുൻപും അതിന് ശേഷവുമുള്ള ഓരോ വർഷങ്ങളിലെ എന്ന് പറഞ്ഞാൽ 2 വർഷങ്ങളിലെ ചെറുപാപങ്ങൾ അള്ളാഹു നമുക്ക് ഈ ഒരൊറ്റ ദിവസത്തെ നോമ്പിലൂടെ പുറത്തു തന്നേക്കും, മായ്ച്ചു തന്നേക്കും എന്ന് ഞാൻ പ്രത്യാശിക്കുന്നു എന്നാണ് ഈ നോമ്പിന്റെ പ്രാധാന്യം പഠിപ്പിച്ചുകൊണ്ട് നബി നമ്മളെ അറിയിച്ചിട്ടുള്ളത്. അത്രയേറെ പ്രാധാന്യമുള്ള പുണ്യമുള്ളൊരു നോമ്പാണത്. നഷ്ടപ്പെടാതെ ഒരുവിധം ആളുകളൊക്കെ നോൽക്കുന്നതാണ്, അശ്രദ്ധ വരാതെ സൂക്ഷിക്കണമെന്ന് ഉണർത്തുകയാണ്. അതുപോലെ തന്നെയാണ് ഞാൻ നേരത്തെ ഖുത്ബ തുടങ്ങിയ സന്ദർഭത്തിൽ സൂചിപ്പിച്ച ദുൽഹിജ്ജ മാസത്തിലെ ആദ്യത്തെ 10 ദിവസങ്ങളിലാണ്. അതിൽ ഏതാണ്ട് പകുതി മാത്രമേ പിന്നിട്ടിട്ടുള്ളൂ, ഇനി പകുതി ബാക്കിയാണ്. ആ ദിവസങ്ങളിൽ നമ്മുടെ മുൻഗാമികൾ നമ്മളോട് ഉപദേശിച്ചിട്ടുള്ളത് ഫഅക്സിറു മിന തക്ബീർ, തക്ബീർ വർദ്ധിപ്പിക്കാനാണ്, വത്തസ്ബീഹ്, തസ്ബീഹ് വർദ്ധിപ്പിക്കാനാണ്. മാമിൻ അയ്യാമിൻ, പ്രവാചകൻ പറയുന്നുണ്ട്, മാമിൻ അയ്യാമിൻ അൽ അമലു സ്വാലിഹു ഫീഹ അഹബ്ബു ഇലല്ലാഹി മിൻ ഹാദിഹിൽ അയ്യാം, യഅനി അയ്യാമ അൽ അശ്രി, ഈ ദിവസങ്ങളിൽ ചെയ്യുന്നതിനേക്കാൾ പുണ്യകരമായ ഒരു സൽക്കർമ്മവും വേറൊരു ദിവസം ഒരാളും ചെയ്യില്ല എന്നാണ്. ഈ 10 ദിവസം ഉണ്ടല്ലോ, ഈ 10 ദിവസം നമ്മൾ ചൊല്ലുന്ന ഒരു ദിക്ർ, അല്ലെങ്കിൽ ഖുർആനിൽ നിന്ന് നമ്മൾ ഓതുന്ന ഒരു ആയത്ത്, അല്ലെങ്കിൽ നമ്മൾ നമസ്കരിക്കുന്ന ഒരു സുന്നത്ത് നമസ്കാരം, അതിനേക്കാൾ മെച്ചപ്പെട്ട നിലയിൽ നമുക്ക് അതിന് പ്രതിഫലം കിട്ടുന്ന വേറൊരു ദിവസവും ഇല്ല എന്നാണ്. അത്ര പ്രാധാന്യമുണ്ട്. അപ്പൊ അതുകൊണ്ട് സുന്നത്തായ നമസ്കാരങ്ങൾ, പ്രത്യേകിച്ച് റവാത്തിബായ നമസ്കാരങ്ങൾ, ഖുർആൻ പാരായണം ഏറെ വർദ്ധിപ്പിക്കാവുന്ന സന്ദർഭമാണ്. വെറുതെ മൊബൈലിൽ നോക്കിയിരിക്കാണ്ട് കുറച്ച് സമയമൊക്കെ നമുക്ക് ഖുർആൻ ഓതാം, അതിന്റെ അർത്ഥം ഗ്രഹിക്കാൻ പറ്റുമെങ്കിൽ, അതിലെ ഏതെങ്കിലും ആയത്തുകളൊക്കെ കാണാതെ പഠിക്കാൻ ശ്രമിക്കുമെങ്കിൽ അതും വളരെ നല്ലതാണ്. തക്ബീറുകൾ നമുക്ക് മുഴക്കാം. വിശിഷ്യ അറഫാ ദിവസത്തെ സുബഹി മുതലുള്ള തക്ബീറുകൾ ഏറെ പ്രാധാന്യമുള്ളതാണ്, അതും നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അതുപോലെ ഇൻഷാ അല്ലാഹ് നമ്മുടെ നാട്ടിൽ വ്യാഴാഴ്ചയാണ് ബലിപെരുന്നാള്. പ്രവാചകൻ പറഞ്ഞത്, നിങ്ങൾ ആ ദിവസം ചെയ്യുന്ന ഏറ്റവും പുണ്യകരമായ പ്രവൃത്തി എന്ന് പറയുന്നത് ഇഹ്റാഖുദ്ദമാണ്, ബലി അറുക്കുക എന്നതാണ്. ഇബ്രാഹിം നബിയുടെ സുന്നത്താണത്. ഇബ്രാഹിം നബി എന്താണോ തന്റെ ജീവിതം കൊണ്ട് കാഴ്ചവെച്ചത് അത് തന്നെ ഞങ്ങളും തയ്യാറാണ് എന്ന് നമ്മൾ അറിയിക്കണം അള്ളാന്റെ മുമ്പിൽ. പടച്ചോനെ, ഇബ്രാഹിം നബി ചെയ്യാൻ ഞങ്ങൾ ഒരുക്കാണ്, ഇതാ അതിന്റെ പ്രതീകമാണിത്, നിന്റെ മുമ്പിൽ ഞങ്ങൾ തെളിയിക്കുന്നു. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ ത്യാഗ മനോഭാവത്തിന് അള്ളാഹു വലിയ വില നൽകുകയും അന്ന് നിങ്ങൾ ചെയ്യുന്ന ഏറ്റവും ശ്രേഷ്ഠകരമായ കർമ്മം ബലി അറുക്കുക എന്നതായിരിക്കുമെന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രഖ്യാപിക്കുകയും ചെയ്തു. സംഭവിച്ചു പോയേക്കാവുന്ന ഒരു ദുരന്തം എന്ന് പറയുന്നത്, ആളുകൾ ഇതിങ്ങനെ കുറെ കാലം കൊണ്ടു നടക്കുമ്പോഴേ പിന്നീട് ഭക്തിയിൽ നിന്ന് പിന്നെ ചിലപ്പോൾ റിയായിലേക്കും സുമഅത്തിലേക്കൊക്കെ മാറും. നിന്റെ പോത്തിന് എന്ത് വിലയാണ്? 1 റുപ്യ, എൻ്റെ 1.25 അപ്പൊ അങ്ങനെ റിയാ വന്നു പോകും. ചിലപ്പോ നമ്മുടെ ഇത് വലുതാണ്, അതിനല്ല. യനാൽ അല്ലാഹു ലുഹൂമുഹ, ഞാൻ നേരത്തെ പറഞ്ഞ സൂറത്തുൽ ഹജ്ജിന്റെ ആത്മാവ് വിശദീകരിക്കുന്ന പല കാര്യങ്ങളിലും എന്താണ്? തഖ്വയാണെന്നാണ്. നിങ്ങൾ അറുക്കുന്ന മൃഗങ്ങളുടെ മാംസമോ രക്തമോ ഒന്നും അള്ളാഹുവിലേക്ക് എത്തുന്നില്ല എന്ന് നിങ്ങൾക്കറിയാമല്ലോ. എത്തുന്നത് എന്ത് മാത്രമാണ്? നിങ്ങളുടെ തഖ്വയാണ്. അപ്പോൾ നിങ്ങൾ അറുത്ത മൃഗത്തിന്റെ മാംസം അത് ഞങ്ങൾ 250 പേർക്ക് കൊടുക്കാനുണ്ടായി, നിന്റെത് എത്ര ഉണ്ടായി ചോദിക്കേണ്ടതില്ല. മനസ്സിലായോ? ഒരാളെ കൊച്ചാക്കാനോ ഒരാൾ വലുതാവാനോ ഒന്നുമുള്ള സന്ദർഭമല്ല, മറിച്ച് അള്ളാഹുവോട് കൈനീട്ടി പ്രാർത്ഥനകൾ ഉരുവിടേണ്ട സന്ദർഭമാണ്. പടച്ചവനെ റബ്ബനാ തഖബ്ബൽ മിന്ന, നമ്മൾ നോമ്പ് പിടിച്ചു കഴിഞ്ഞാൽ 30 ദിവസത്തെ നോമ്പ് ത്യാഗദർഭരമായ നോമ്പിനും തറാവീഹ് നമസ്കാരങ്ങൾക്കൊക്കെ ശേഷം പഠിപ്പിക്കപ്പെട്ടത് തന്നെയല്ലേ റബ്ബനാ തഖബ്ബൽ മിന്ന. അതുപോലെ തന്നെയാണ് നമ്മൾ ഇത്രയേറെ പണം ചെലവഴിച്ച് അധ്വാനിച്ച് നമ്മൾ ചെയ്യുന്ന ഒരു കർമ്മത്തിന്റെ ഒടുവിലും നമ്മൾ ചെയ്യേണ്ടത് തന്നെയാണ് റബ്ബനാ തഖബ്ബൽ മിന്ന എന്ന പ്രാർത്ഥന നമ്മുടെ ഉള്ളിൽ നിന്നുണ്ടാകണം, തഖ്വയോടുകൂടിയാകണം. അള്ളാഹു കബൂൽ ചെയ്യുമാറാകട്ടെ. സഹോദരങ്ങൾ, ധാരാളം ആളുകൾ, സുഹൃത്തുക്കൾ, സഹോദരന്മാരും സഹോദരിമാരും ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്. പല ആളുകൾ, നമ്മുടെ കുട്ടികളുടെ പരീക്ഷാ റിസൾട്ടുകൾ വന്നുകൊണ്ടിരിക്കുന്നു.
ഇപ്പോൾ നമ്മൾ 26-നോ മറ്റോ +2ൻ്റെ റിസൾട്ട് വരികയാണ്. അപ്പോൾ എല്ലാവരും ആശങ്കയിലാണ്. റിസൾട്ട് വന്ന് മെച്ചപ്പെട്ട റിസൾട്ട് ആയാൽ പോലും അടുത്ത കോഴ്സിന് അവസരം കിട്ടുമോ, അങ്ങനെ ആശങ്കകളിൽ പാസ്സാകുമെന്ന ആശങ്കയുള്ളവർ, എത്ര മാർക്ക് ഉണ്ടാവും എന്നുള്ള ആശങ്കയുള്ളവർ, അതല്ലാത്ത അതിനേക്കാൾ ഉയർന്ന കോഴ്സിൽ പഠിക്കുന്നവർ, അതിനേക്കാൾ കൂടുതൽ അധ്വാനം വേണ്ടത്, പണച്ചെലവുള്ളത്, അങ്ങനെ പല കോഴ്സിലും പഠിക്കുന്ന ആളുകളുണ്ട്, ജോലിക്ക് വേണ്ടി ശ്രമിക്കുന്നവരുണ്ട്. അള്ളാഹു എല്ലാവരുടെയും നല്ല ലക്ഷ്യങ്ങളെ, നല്ല ഉദ്ദേശങ്ങളെ അവർക്ക് നിറവേറ്റി കൊടുക്കുമാറാകട്ടെ. പുതിയ സംരംഭങ്ങളിൽ ഏർപ്പെടുന്ന ആളുകളുണ്ട്, അവരുടെ വരുമാന മാർഗത്തിന് വേണ്ടിയിട്ട്, മഈശത്തിന് വേണ്ടിയിട്ടൊക്കെ എല്ലാവരുടെയും സംരംഭങ്ങളെ അള്ളാഹു ആ സംരംഭങ്ങളിൽ ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മുടെ ജോലികളിൽ അള്ളാഹു ബർക്കത്ത് ചെയ്യുമാറാകട്ടെ. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് അള്ളാഹു എല്ലാവിധ അനുഗ്രഹങ്ങളും ചൊരിഞ്ഞു കൊടുക്കുമാറാകട്ടെ. യുവജനങ്ങളെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. നമ്മുടെ സഹോദരിമാരെ അള്ളാഹു അനുഗ്രഹിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽഅഹ്യാഇ മിന്നാ വൽ അംവാത്ത്. ربنا اغفر لنا ولإخواننا الذين سبقونا بالإيمان ولا تجعل في قلوبنا غلا للذين آمنوا ربنا إنك رؤوف رحيم. ربنا صرف عنا عذاب جهنم إن عذابها كان غراما إنها ساءت مستقرا ومقاما. ربنا هب لنا من أزواجنا وذرياتنا قرة أعين واجعلنا للمتقين إماما. آمين برحمتك يا أرحم الراحمين.